Hello everyone, how are you all? Welcome to a new video. പലപ്പോഴും ക്ലാസ്സുകളിൽ എൻ്റെ സ്റ്റുഡൻസ് പറയാറുണ്ട് മലയാളം സംസാരിക്കുന്ന അതേ സ്പീഡോടുകൂടിയും ഫ്ലുവൻസിയോടുകൂടിയും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാറില്ല എന്ന്. ഇതിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. അതിലത്തെ ഒരു സൊല്യൂഷൻ സ്റ്റോറി റീഡിംഗ് ആണ്. പതുക്കെ മനസ്സിൽ വായിച്ചാൽ പോരാ, യു ഷുഡ് റീഡ് ഇറ്റ് ഔട്ട് അലൗഡ്. ഓക്കെ, കുറച്ച് ഒച്ചത്തിൽ വായിക്കണം. ഒരിക്കൽ ഒരു സ്റ്റോറി വായിച്ചാൽ പോരാ, ഒരു സ്റ്റോറി മിനിമം 10 പ്രാവശ്യം വായിക്കണം. ഓക്കെ, സോ ഇതുകൊണ്ട് നമുക്ക് വരാവുന്ന ഒരു ഡിഫിക്കൽട്ടി എന്തെന്ന് വെച്ചാൽ ചില വാക്കുകളുടെ പ്രൊനൗൺസിയേഷനും അർത്ഥവും നമുക്കറിയില്ല. അപ്പോൾ പ്രൊനൗൺസിയേഷൻ അറിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കുക, എന്നിട്ട് ആ വേർഡ് അവിടെ ടൈപ്പ് ചെയ്യുക. സോ അതിൻ്റെ അർത്ഥം നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പറഞ്ഞു തരും. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു സ്പീക്കർ ബട്ടൺ ഉണ്ടാവും. ഓക്കെ, അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ആ വേർഡ് ഉച്ചത്തിൽ വായിക്കും. സോ like that we can know how it is pronounced. Okay, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ മാത്രമല്ല, അതുപോലത്തെ ഒരുപാട് ആപ്സ് ഇപ്പോൾ ഉണ്ട്. അത് പല ആക്സൻറ്റുകളിൽ കൂടിയിട്ടും നമുക്ക് ആ വാക്ക് പറഞ്ഞു തരുന്ന ആപ്സ് ഉണ്ട്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാ ദിവസവും ഓരോ സ്റ്റോറി വെച്ച് വായിക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പീഡും ഫ്ലുവൻസിയും വർദ്ധിക്കുന്നതാണ്. എനിവേസ്, താങ്ക് യു. ഹോപ്പ് ദിസ് ഇസ് ഹെൽപ്ഫുൾ ടു എവറി വൺ.